ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ ഇന്നലത്തെ നോമ്പ് തുറ വിശേഷങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഫ്താറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് ചിക്കൻ റോളും ഉന്നക്കായാണ്. ഉന്നക്കായൻ്റെ റെസിപ്പിയാണ് വീഡിയോയിൽ ഉണ്ടാക്കുന്നതും കാണിച്ചിട്ടില്ല, റെസിപ്പിയും കാണിച്ചിട്ടില്ല. ചിക്കൻ റോള് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം തന്നെ ഒരു പാൻ വെച്ചെടുക്കുക. അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് ഒരുമിച്ച് വഴറ്റുക. അങ്ങനെ ഉള്ളി വഴന്ന് വന്നിട്ടാകുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചതച്ചതാണ് ഇട്ട് കൊടുത്തത്. അതായത് കുട്ടികൾ കഴിക്കുമ്പോൾ പച്ചമുളക് കടിച്ച് പോകാനായിട്ടാണ് ഞാൻ ചതച്ചിട്ടത്. അങ്ങനെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് വാടിക്കഴിഞ്ഞപ്പോൾ കുറച്ച് ഗരം മസാല, 1 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് പറഞ്ഞാൽ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാനിതിലേക്ക് കുറച്ച് ഗ്രേവി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വിചാരിച്ചാൽ ആ ഗ്രേവി ഒഴിച്ചാൽ ഈ മസാലക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിക്കന് ഉപ്പും കുരുമുളകും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് വേവിച്ച ചിക്കൻ്റെ ഒരു വെള്ളം ഉണ്ടാവില്ല, ചിക്കൻ ചോക്ക്, അതാണ് ഞാൻ അതിൽ ഒഴിച്ച് കൊടുത്തത്. അതിന് ശേഷം ചിക്കനൊന്ന് പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുക. അങ്ങനെ കറിവേപ്പില ഇട്ടാലും മസാല റെഡിയായി. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഇതിൻ്റെ ബാറ്ററാണ്. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദയും 1 മുട്ടയും കുറച്ച് വെള്ളം ഉപ്പിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് ഇങ്ങനെ ദോശ ചുട്ടെടുക്കലാണ്. ഈ ദോശ ചുട്ടെടുക്കുന്ന ടൈം തന്നെ ചിക്കൻ റോള് ഞാൻ റെഡിയാക്കുകയും ചെയ്യും. അങ്ങനെ പരത്തിയിട്ടൊന്നല്ല, മാവ് കുഴച്ച് പരത്തി അങ്ങനെ ഒന്നല്ല ചിക്കൻ റോള് ഞാൻ ഉണ്ടാക്കൽ. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് കടികളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ഒരു കടിയാണ് ചിക്കൻ റോള്. എന്താണെന്ന് വിചാരിച്ചാൽ കുഴക്കണ്ട, പരത്തണ്ട, മുറിക്കണ്ട. അപ്പോൾ അത്രയും പെട്ടെന്ന് ആര് വരുമ്പോൾ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു കടി ചിക്കൻ റോളാണ്. എനിക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടിയാണ്. ആ മസാല ഉണ്ടാക്കുന്ന ഒരു ടൈമേ നമുക്ക് വേണം, ബാക്കിയെല്ലാം ടപ്പ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ ചിക്കൻ റോള് ഞാൻ ഒരു തട്ടിൽ ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഞാൻ മസാല വെച്ച് ആ ദോശ ചുരുട്ടിയെടുക്കുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ ചിക്കൻ റോള് കുഴച്ചിട്ട് പരത്തി അങ്ങനെയെല്ലാം ആക്കിയിട്ട് ചെയ്യും. ഞാനിങ്ങനെയാണ് ചെയ്യൽ. അങ്ങനെ ചിക്കൻ റോളെല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം, ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ടയൊന്നെല്ലാം എടുത്തത്, നമ്മൾ നേരത്തെ ദോശ ഉണ്ടാക്കിയ അതേ മാവില്ലേ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കുക. എന്നിട്ട് ഇതുപോലെ മുക്കി കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കുക. മുട്ടക്കകത്തും ചെയ്യാം കേട്ടോ, മുട്ട ബീറ്റ് ചെയ്തിട്ട് അങ്ങനെ മുക്കി ചെയ്യാം. പക്ഷേ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യൽ, നമുക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. ആ മുട്ടൻ്റെ ഈ ഒരു എണ്ണയിലിടുമ്പോഴുള്ള ഈ ഒരു മണം നമുക്ക് ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ ഈ ദോശ ഉണ്ടാക്കി അതേ മാവിന് കുറച്ച് ലൂസാക്കിയിട്ട് അതിൽ ചിക്കൻ റോള് മുക്കി കൊടുക്കും. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കലാണ്. അങ്ങനെ ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 500 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് ഒന്ന് പുരട്ടിയെടുക്കുന്നുണ്ട്, മസാല പുരട്ടുന്നുണ്ട്. എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഈ ചെമ്മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. എനിക്ക് ചെറിയ ചെമ്മീനാണ് കിട്ടിയത്. വലിയ ചെമ്മീനാണ് കേട്ടോ ബിരിയാണിക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാകുക. പക്ഷേ എനിക്ക് കിട്ടിയത് ചെറിയ ചെമ്മീനാണ്. ഞാൻ വലിയ പാത്രം തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്തിനാണെന്ന് വിചാരിച്ചാൽ ഈ ചെമ്മീൻ ഫ്രൈ ആക്കിയിട്ട് അതിൻ്റെ തന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെമ്മീൻ്റെ 2 ഭാഗം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ഫ്രൈ ചെയ്ത ഓയിലുണ്ടോ അതന്നെ മതി. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മസാല ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഒരു 4 ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലക്ക് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ചതിന് ശേഷം ഉള്ളി കുറച്ചൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചില്ലി, അതായത് പച്ചമുളക് ചതച്ചതൊക്കെ ചേർത്ത് കൊടുക്കുക. പച്ചമുളകൊക്കെ നിങ്ങൾ ആവശ്യത്തിന്, എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ഇട്ടിട്ടുള്ളൂ, മക്കൾക്ക് കഴിക്കേണ്ടതുകൊണ്ട് എരിവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്.
അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓവർ കുക്കായിട്ടില്ല, ഒന്ന് ഫ്രൈ ആക്കി എടുത്തതാണ്. അതും കൂടി ആ ചെമ്മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുനാരങ്ങ നീരും ചേർത്ത് കൊടുക്കുക. ഒരു 20 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. എന്നിട്ട് ലാസ്റ്റ് മല്ലിയില ചേർത്താൽ മസാല റെഡിയായി. ചെമ്മീൻ ബിരിയാണിൻ്റെ മസാല റെഡിയായി. ഇനിയിപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഗീ ഒഴിച്ച് കൊടുക്കുക, ഓയിൽ ഒഴിച്ച് കൊടുക്കുക, സ്പൈസസ് ഇട്ട് കൊടുക്കുക, പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക. എത്രയാണോ അരി എടുത്തത് അതിൻ്റെ ആവശ്യത്തിന് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ളതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നാൽ കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കുക. അങ്ങനെ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അതേ അരി ഇടുന്ന ടൈം തന്നെ ഞാൻ അപ്പുറം ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഉന്നക്കായ് പൊരിച്ചെടുക്കലാണ്. വൈകുന്നേരം പിന്നെ ടൈം ആയതുകൊണ്ട് ഫുള്ള് വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. അങ്ങനെ ഉന്നക്കായ് റെഡി ആയിട്ടുണ്ട്. ഇപ്പത്തന്നെ റൈസും റെഡി ആവുന്നുണ്ട്. അങ്ങനെ ഉന്നക്കായ് പൊരിച്ചെടുത്തതിന് ശേഷം നമ്മൾക്ക് ആവശ്യമുള്ള ചിക്കൻ റോളും പൊരിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയത് ഫുള്ളൊന്നും ഫ്രൈ ചെയ്യുന്നില്ല കേട്ടോ, നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഫ്രൈ ചെയ്തെന്നുള്ളൂ. അങ്ങനെ കടിയൊക്കെ പൊരിച്ചെടുത്ത് ചോറെല്ലാം ദം ചെയ്യുന്നുണ്ട്. അതൊന്നും വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ തിരക്കായിട്ടാണ്. ബാത്ത് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇഫ്താറിനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. കാരണം നമ്മൾ ചെറിയൊരു വിശേഷമാണ് കേട്ടോ. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, ഉന്നക്കായും ചിക്കൻ റോളും ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഉണ്ട്. പിന്നെ ഇന്നലെ ഞാനൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ഇട്ടിന്, അത് ഇന്ന് നോമ്പായതുകൊണ്ട് ആരും കഴിച്ചിട്ടില്ല. അങ്ങനെ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ ലൈമും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ ഇഫ്താറിന് ഉണ്ടാക്കിയത്. അങ്ങനെ ബാങ്ക് വിളിക്കുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.